കാശിയിലെ ഗംഗയെക്കാളും നമ്മൾ അങ്ങോട്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ഗംഗയ്ക്ക് ഭയങ്കര ആകർഷണം, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയറും കൂടിയാണ് അവിടെ. ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് കാശിയിൽ പോകുന്നതെന്നുള്ളത് എല്ലാവരും എന്നോട് ചോദിക്കും, നീ എന്തിനാ ഈ ഹിന്ദുക്കളുടെ സ്ഥലത്തേക്ക് ഇങ്ങനെ പിന്നെ പോകുന്നത്, അവിടെ എന്താ ഉണ്ടായിട്ടാന്ന് ചോദിക്കും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഭക്തിയുള്ള ഒരാളുടെ ഭക്തി കൂടി ഇല്ലാതായി പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഗംഗയിലൊക്കെ അത്രയും വൃത്തികേടുകൾ കൊണ്ടിട്ട് പട്ടി, മനുഷ്യ ശരീരം കടിച്ച് കളിക്കുന്ന പട്ടികളെ കാണാം, ഡെഡ് ബോഡീസ് തന്നെ അഴുകി അവിടെ കിടക്കുന്നത് കാണാം, ഹോട്ടലുകളുടെയും മറ്റേയും മാലിന്യങ്ങൾ ഇങ്ങനെ ഒഴുകി ഗംഗയിലേക്ക് വിടുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ പോലും അതില്ലാതായി പോകുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ അമ്മയെ ആരാധിക്കുന്ന അതേ പുഴയിലേക്ക് തന്നെയാണ് ഇത്രയും ടൺ കണക്കിന് മാലിന്യങ്ങൾ എറിയുന്നത്. അത് ഫിൻലാൻഡോ നോർവേ ഒക്കെ പോലത്തെ ദൈവമില്ലാത്ത രാജ്യങ്ങളിലാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഒന്ന് തുപ്പാൻ പോലും ആ പുഴയിൽ സമ്മതിക്കില്ല. വിലാപങ്ങളുടെ അകമ്പടി ഇല്ലാത്ത ശവഘോഷയാത്രകൾ അവരെ കൊണ്ടിടുന്നു, പോകുന്നു. ദേഹത്തിനൊന്നും ഒരു വിലയില്ല. ഞാൻ ലോക്ക്ഡൌണിൽ പെട്ടിട്ട് ഗുജറാത്തിലെ ഒരു റൂമിൽ 87ഓളം ദിവസം ഞാൻ ഹിജടകളും വേശ്യകളും മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം, അവിടെയാണ് എനിക്ക് അഭയം കിട്ടിയത്. കാരണം വേറെ എവിടെ ഉണ്ടായിരുന്നില്ല, ഹോട്ടലുകളൊക്കെ അടിച്ചു പൂട്ടി. 83 ദിവസം ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നു, പുറം ലോകം കാണാതെ. അപ്പോൾ എഴുതണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അപ്പോഴാണ് പേനയും പേപ്പറൊന്നുമില്ല. അത് ഞാൻ ഇവരുടെ ഗോഡൗൺ മുഴുവൻ അരിച്ചു പെറുക്കിയപ്പോൾ അവർ HIV ടെസ്റ്റ് നടത്തിയതിൻ്റെ കുറേ ബാക്ക് ഫയൽസ് ഉണ്ട്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി നിസാർ ഇൽത്തുമിഷാണ്. ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. പുസ്തകങ്ങൾ വായിക്കുന്നവർക്ക് നിസാർ ഇൽത്തുമിഷ്, മലയാളി വായനക്കാർക്ക് നിസാർ ഇൽത്തുമിഷിൻ്റെ പുസ്തകങ്ങൾ ഏറെ പരിചിതമാണ്. നിസാർ ഭായ് നമസ്കാരം. നമസ്കാരം. അങ്ങനെ ഇൻട്രൊഡക്ഷൻ അങ്ങനെ അങ്ങ് പറഞ്ഞതിൻ്റെ കാര്യം, നിസാർ ഇൽത്തുമിഷിൻ്റെ ഇൻ്റർവ്യൂ ഓൾറെഡി അബാക് മീഡിയയിൽ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, കഴിഞ്ഞ വർഷം ഞാൻ നമ്മുടെ കോമൺ പബ്ലിക് വാട്സപ്പ് ഗ്രൂപ്പിൽ കോഴിക്കോട് കണ്ണൂരേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, ആരുടെയെങ്കിലും ഒക്കെ ഇന്റർവ്യൂ സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു 3-4 പേര് താങ്കളുടെ പേര് അതിൽ പറയുന്നു. പ്രത്യേകിച്ച് അബാക് മീഡിയ ഒരു സ്പിരിച്വൽ ചാനൽ കൂടിയാണ്. അപ്പോൾ താങ്കളുടെ പുസ്തകങ്ങൾ വായിച്ച് ഒരുപക്ഷെ കൈലാസത്തെക്കുറിച്ചോ അഘോരികളെക്കുറിച്ചോ സൂഫികളെയൊക്കെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എൻ്റെ ആദ്യത്തെ ചോദ്യം, അങ്ങയുടെ പുസ്തകങ്ങളുടെ പേരുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാം വളരെ വ്യത്യസ്തമായ പേരുകൾ. എങ്ങനെയാണ് ഈ പേരുകളിലേക്ക് കേട്ടത്? അതായത് ഞാൻ എഴുത്തിലേക്ക് വരുന്നത് 2008-ലാണ്. 2008-ലാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം വരുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് ഓർമ്മകളും തേടി എന്നായിരുന്നു. വളരെ ഒരു സാധാരണ ഒരു പേരാണത്. അതുകൊണ്ട് തന്നെ പേര് മാത്രമല്ല, അപ്പം എൻ്റെ പേരും ഇങ്ങനെ ആയിരുന്നില്ല. എൻ്റെ പേര് നിസാർ ഓമശ്ശേരി. ഈ സ്ഥലത്തിൻ്റെ പേര് ഓമശ്ശേരി എന്നാണ്. അപ്പം ഞാനത് എഴുതിയ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഓമശ്ശേരീൻ്റെ കഥാകാരനാവണം. അപ്പോൾ ഓമശ്ശേരിക്കാർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എഴുതുന്നത്. ഇവിടുത്തെ സാധാരണ മനുഷ്യന്മാരെ, വലിയ സാഹിത്യ ബോധമുള്ള മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടില്ല ആ സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചത് വളരെ ലൈറ്റായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ. അപ്പം ഞാൻ കുറച്ച് കട്ടിയുള്ള വാക്കുകൾ എഴുതിയാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ റാഫിക്കോ റഫീഖിനൊക്കെ ഇത് വായിച്ചാൽ മനസ്സിലാവും, ഇല്ല എന്നാൽ കട്ട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് പിന്നെ കുറച്ച് സദാചാര ബോധങ്ങൾ കൂടി. അതായത് ഇപ്പം അവൾ കുളി കഴിഞ്ഞ് കയറി വന്നു, അപ്പോൾ ഞാൻ വിചാരിക്കും പഠിച്ചോണ്ട് ഇത് മുലിയാർ മദ്രസിലെ പുസ്തകം വായിച്ചപ്പോൾ എന്താ വിചാരിക്കുമ്പോൾ വേണ്ട അത് കട്ട് ചെയ്യുക അങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഒരു ശുദ്ധമായിട്ടുള്ളൊരു സാധനമായിരുന്നു ഞാൻ ഇറക്കിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു സാധനം എന്ന് വെച്ചാൽ, പേരെനിക്കൊരു ബാധ്യതയായി ഓമശ്ശേരി എന്നുള്ളത്. കാരണം ഓമശ്ശേരിക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതുന്ന സമയത്ത് ആ ചെറിയൊരു ലോകം മാത്രമായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുസ്തകം ഞാനത് ജ്ഞാനപീഠം വരെ പ്രതീക്ഷിച്ചൊരു പുസ്തകമായിരുന്നു. ഒരു 500 കോപ്പി അടിച്ച് അത് 500 ചെതലടിച്ച് പോയി എന്നല്ലാതെ അതെവിടെ ഇപ്പോൾ 5-6 കോപ്പി അവിടെ ഉണ്ട്. അത് ഓരോരുത്തർ ഇങ്ങനെ ഇതല്ലേ നിങ്ങളുടെ ഫസ്റ്റ് ബുക്ക് എന്ന് വയ്ക്കും. അപ്പോൾ ഇവരെ ഇവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കത്തിച്ചളയും. ഇത് കണ്ട നമ്മുടെ പഴയ ഫോട്ടോ കാണുന്ന പോലത്തെ ഒരു അവസ്ഥയാണത്. അപ്പം ഞാൻ അതൊക്കെ കളഞ്ഞ് ആ ഭൂതകാലമേ ഞാൻ മായ്ച്ചു കളഞ്ഞു. പിന്നെ 2023-ലാണ് പുതിയ പുസ്തകം എഴുതുന്നത്. ആ എഴുതുന്ന സമയത്ത് എങ്ങനെ ചിന്തിച്ചു, ഈ തവണ ഡിഫറെൻ്റ് ആയിരിക്കണം. കാരണം പഴയ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. ഒരു ചാൻസ് കഴിഞ്ഞു, ഒരു രണ്ടാമത്തെ ഇനി ചാൻസ് ഉണ്ടാവണമെന്നില്ല നമുക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ എൻ്റെ പേരങ്ങ് മാറ്റി. നിസാർ ഓമശ്ശേരി വെട്ടി. കാരണം നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും നാടിനാണല്ലോ ബാധിക്കുക. ഏതായാലും തെറിവിളികളൊക്കെ വരാനുള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതങ്ങ് മായ്ച്ചിട്ട് ഇൽത്തുമിഷ് എന്നുള്ളൊരു പേര് വളരെ നന്നായി തോന്നി. അത് ഞാനിങ്ങ് എടുത്തു. ഇൽത്തുമിഷ് ഞാൻ ആദ്യം കരുതിയത് താങ്കളുടെ ചെറുപ്പകാലം മുതലുള്ള പേരാണ്. താങ്കളുടെ ഇന്റർവ്യൂവിൽ തന്നെ താങ്കൾ പറയുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ നമുക്ക് മാറ്റിയെടുത്തതാണ്. ഈ ഇൽത്തുമിഷിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ
അടിമയായിരുന്നു. പിന്നീട് അദ്ദേഹം ചക്രവർത്തി തുല്യനായി മാറി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്? എനിക്ക് അപ്പൊ ആൾക്കാർ പറയും ഞാൻ വലിയൊരു മുഗൾ ഭക്തനാണ് എന്നിട്ട്. എനിക്ക് അത് ആരാന്ന് പോലും അറിയില്ല. പേര് നന്നായിട്ടുണ്ട്, അത് ഞാൻ എടുത്തു. അതിപ്പോ ആരെ പേരാണ് എന്ത് പേരാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ആക്ച്വലി എനിക്കൊരു മകൻ ഉണ്ടാവുകയാണെങ്കിൽ ഇൽതുമിഷ് എന്നായിരുന്നു ഇടാൻ വിചാരിച്ചത്, പക്ഷെ മകളായിരുന്നു. അതുകൊണ്ട് മകൾക്ക് ഞാൻ ജഹനാര എന്ന് പേര് കൊടുത്തു. ഈ പേരിന്റെ ഭംഗിയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്, അല്ലാതെ പേരിന്റെ ഹിസ്റ്ററി അവരിങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇൽതുമിഷിന്റെ നിർമ്മിതി ഇന്ന് ഇന്ത്യയുടെ അടയാളമായി മാറി നിൽക്കുകയാണ്. അപ്പൊ ആരോ ചോദിച്ചാൽ എനിക്ക് പറയാലോ, ഞാൻ അവിടെ നിന്ന് വന്ന ആളാ, അത്രേ ഉള്ളൂ. ഓക്കെ, വീണ്ടും പുസ്തകത്തിലേക്ക് ഈ പേരുകൾ. പേര് ഓക്കെ. അങ്ങനെ പുതിയ പുസ്തകം എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പേരും എൻ്റെ പേരും ഏതായാലും മാറ്റി, ഇനി ടൈറ്റിലും മനോഹരമായിരിക്കണം. പക്ഷെ ആദ്യം ഞാൻ ഈ നൂറിൽ മുനീറിൽ പൂർണ്ണാനന്ദ എന്നുള്ള പുസ്തകത്തിന് ഞാൻ മരിച്ചവരുടെ മേൽവിലാസം അങ്ങനെ എന്തായിരുന്നു പേര് കൊടുത്തു കേട്ടോ. അപ്പോഴും എനിക്ക് തോന്നി ഇതിപ്പോൾ ഒരുപാട് പുസ്തകങ്ങളിൽ വന്നിട്ടുള്ള ഒരു ടൈറ്റിൽ, ഇതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമല്ല. പ്രിന്റിന് കയറുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ടൈറ്റിൽ ഞാൻ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് പറയാൻ തന്നെ എനിക്കൊരു മടിയായിരുന്നു അയാളോട്, ഈ പബ്ലിഷറോട്. അതായത് എന്താ പേര്, നൂറുൽ മുനീറുൽ അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഇത് എന്ത് സാധനമാണ്, ഹലുവയും മത്തിക്കറിയും പോലത്തെ ഒരു സാധനം. പേര് എത്ര ഫേമസ് ആണെങ്കിലും ആളുകൾക്ക് തെറ്റും. ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും എടുത്ത് നോക്കിയത് തെറ്റാൻ പാടില്ലല്ലോ. പലരും ബദറുൽ മുനീർ എന്ന് പറയും, നൂറുൽ മുനീർ, നൂറുൽ അമീൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു സാധനം അങ്ങനെ, അപ്പോ ഇത് ഓക്കെ, ഇത് കത്തുമെന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം ഇതിൽ എന്തോ ഒരു സംഭവം ഇതിലുണ്ടല്ലോ, നൂറ് മുനീർ ഓക്കെ, പക്ഷെ പൂർണ്ണാനന്ദയും കൂടി അതിൽ വരുന്ന സമയത്ത് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവും, ഇതെന്താ ഇങ്ങനെ. ആ ചോദ്യം വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എഴുത്തുകാരൻ അപ്പുറത്തേക്ക് നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉള്ള ആൾ കൂടിയാണ്. മേ ബി ആദ്യ പുസ്തകത്തിന് ശേഷമാണ് അതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കുന്നത്. അപ്പൊ ഈ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ പുസ്തകം 2023 ജൂണിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 24 ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോഴാണ് സത്യം പറഞ്ഞ ഈ പുസ്തകം ആൾക്കാർ വായിച്ചു തുടങ്ങുന്നത്. ഒരു വർഷം വെറുതെ അത് പൊടി പിടിച്ച് കിടന്നു. അപ്പോഴാണ് മാർക്കറ്റിങ്ങിന്റെ ഇത് മനസ്സിലാക്കിയത്. ശരിക്കും ആ ഒരു സമയം പുസ്തക വിപണിയിൽ വലിയൊരു ഓളം ഉണ്ടാക്കിയ പുസ്തകമാണ് നിസാർ ഇൽതുമിഷിന്റെ പുസ്തകം, അഖിലിന്റെ പുസ്തകം. ഇങ്ങനെ ഒരുപാട് പേരുടെ പുസ്തകങ്ങൾ വലിയ ട്രെൻഡ് ഉണ്ടാക്കി ഇന്നത്തെ ചെറുപ്പക്കാരെ വായനയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നിങ്ങളുടെയൊക്കെ പുസ്തകങ്ങൾ സാധിച്ചു. പ്രത്യേകിച്ച് നിസാർ ഇൽതുമിഷ് കൈകാര്യം ചെയ്ത വിഷയം ഭയങ്കര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം കൂടിയായിരുന്നു ഇന്നിന്റെ രാഷ്ട്രീയ ഇന്ത്യയിൽ. അപ്പൊ എന്തുകൊണ്ടാണ് യാത്രാനുഭവങ്ങൾ തന്നെ ആകാം, എന്തുകൊണ്ടാണ് ആദ്യത്തെ ഒരു പുസ്തകം ഇത് തന്നെ ആകാം എന്ന് കരുതിയത്? അവിചാരിതം ആദ്യത്തെ 5ാമത്തെ ചാപ്റ്റർ മുതൽക്കായിരുന്നു ഈ പുസ്തകം തുടങ്ങിയത്. ആക്ച്വലി 5ാമത്തെ ചാപ്റ്റർ മുതൽക്ക് ഞാൻ എഴുതി. ഞാൻ ലോക്ക്ഡൌണിൽ പെട്ടിട്ട് ഗുജറാത്തിലെ ഒരു റൂമിൽ, ആ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്, 87ഓളം ദിവസം ഞാൻ ഒരു പിന്നെ ഹിജടകളും വേശ്യകളും മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം, അവിടെയാണ് എനിക്ക് അഭയം കിട്ടിയത്. കാരണം വേറെ എവിടെ ഉണ്ടായിരുന്നില്ല, ഹോട്ടലുകളൊക്കെ അടിച്ചു പൂട്ടി. അപ്പോൾ അവരെനിക്ക് ഒരു ചെറിയൊരു സ്പേസ് എന്ന്, അതിൻ്റെ ഉള്ളിലായിരുന്നു എൻ്റെ ലോകം. 83 ദിവസം ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നു, പുറം ലോകം കാണാതെ. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ, അപ്പോൾ എഴുതണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ആണ് പേനയും പേപ്പറൊന്നുമില്ല, അത് ഞാൻ ഇവരുടെ ഗോഡൗൺ മുഴുവൻ അരിച്ചു പെറുക്കി. അപ്പോൾ അവർ HIV ടെസ്റ്റ് നടത്തിയതിൻ്റെ കുറേ ബാക്ക് ഫയൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഒഴിവാ, അവിടെയാണ് ഞാൻ ഇതിൻ്റെ 5 മുതൽക്ക് 10 വരെയുള്ള ചാപ്റ്റേഴ്സ് അവിടെ എഴുതിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്ന് 22-ലെങ്ങാനും ഞാൻ 22-ലന്നും കാശിയിൽ പോയി. കാശി പോയ സമയത്ത് ഇതിങ്ങനെ പകുതി കിടക്കുക, അധൂരി കഹാനി എന്നൊക്കെ പറഞ്ഞ പോലെ. അത് ഞാനൊന്നും പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ച. കാരണം കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു 100ഓളം ഗ്രന്ഥങ്ങൾ എൻ്റെ വീട്ടിൽ എഴുതി പകുതിയാക്കിയിട്ട് അതിലൊന്ന് എന്നുള്ള രീതിയിലായിരുന്നു അത് വെച്ചത്. പക്ഷേ കാശിയിലെത്തിയപ്പോൾ എനിക്ക് തോന്നി കാശി ഒരു നല്ലൊരു സബ്ജക്റ്റ് ആണല്ലോ, ഞാൻ ഈ എഴുതിയ സാധനവും ഇതും കൂടി ലിങ്ക് ചെയ്താൽ കൊള്ളാമോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വന്നിട്ടാണ് ആദ്യത്തെ 5 ചാപ്റ്റർ ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ അവസാനത്തെ ചാപ്റ്റേഴ്സും കാശിയാണ്. ചാപ്റ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗംഗയിൽ നിന്ന് ഗംഗയിലേക്ക്, അങ്ങനെ 20 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഗംഗയിൽ തുടങ്ങി ഗംഗയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ എഴുതിയിട്ടുള്ളത്. ഗംഗ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുംഭമേളക്ക് തൊട്ടു മുമ്പ് പുസ്തകം വരികയാണ്. കുംഭമേളയുടെ ആരവങ്ങളും ഒക്കെ തുടങ്ങുന്ന സമയത്താണ് ഈ പുസ്തകം. കുംഭമേളയുടെ ഒരു വരവ് ഒന്നുകൂടി ഈ പുസ്തകത്തെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. എനിക്കൊന്ന് കേരളത്തിൽ നിന്നൊക്കെ വലിയ ഒഴുക്കായിരുന്നു ഇത്ര വർഷം പ്രയാഗ്രാജിലേക്ക്. ഇപ്പൊ ഞങ്ങൾ അബാക് മീഡിയയിൽ കുംഭമേളയെ സംബന്ധിച്ച് ഓരോ കണ്ടന്റ് ചെയ്യുമ്പോഴും വിളിച്ചവളുടെ എണ്ണം കൂടുതലാണ്, നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാമോ? പക്ഷെ അതിനൊരു പ്രധാന കാരണം ഈ പുസ്തകങ്ങൾ, താങ്കളുടെ പുസ്തകം അടക്കമുള്ള പുസ്തകങ്ങളാണ് എന്ന്, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ വരവാണ്. നിങ്ങൾ കൃത്യമായത് സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റ് ചെയ്യുന്നു, കുംഭമേള വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. എനിക്ക് ഗംഗയിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഒരുപാട് പറഞ്ഞു പോയതാണ്, എങ്കിലും എനിക്കത് കേൾക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട്. അതായത് ഗംഗയ്ക്ക് ഒരു കാന്തികമായി നമ്മളെ ആകർഷിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ്, എസ്പെഷ്യലി കാശിയിലെ ഗംഗയെക്കാളും നമ്മൾ അങ്ങോട്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് ബദ്രീനാഥ് എന്നൊക്കെ ആ ഭാഗത്ത് പല പേരുകളിലാണ് അറിയപ്പെടുന്നതെങ്കിലും അവിടുത്തെ ഗംഗയ്ക്ക് ഭയങ്കര ആകർഷണം
ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയറും കൂടിയാണ് അവിടെ. ഇവിടെ എത്തുന്ന സമയത്ത് ഗംഗ ഒരു തരം, അതായത് ഞാൻ എപ്പോഴും എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് കാശിയിൽ പോകുന്നത് എന്നുള്ളത് ഞാൻ നേരിടുന്നൊരു പ്രശ്നമാണ്. എല്ലാവരും എന്നോട് ചോദിക്കും, നീ എന്തിനാ ഈ ഹിന്ദുക്കളുടെ സ്ഥലത്തേക്ക് ഇങ്ങനെ പിന്നെ പോകുന്നത്, അവിടെ എന്താ ഉണ്ടായിട്ടാന്ന് ചോദിക്കും. അപ്പോൾ അവിടെ അത്രയ്ക്ക് മനോഹരമാണോ എന്ന് ചോദിക്കും എന്നോട്. അപ്പം ഞാൻ പറയും, അവിടെ പോയി കഴിഞ്ഞാൽ ഭക്തിയുള്ള ഒരാളുടെ ഭക്തി കൂടി ഇല്ലാതായി പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിന് മാത്രം പൊല്യൂഷൻസ് ആണ്. മാത്രം ഈ ഗംഗയിലൊക്കെ അത്രയും വൃത്തികേടുകൾ കൊണ്ടിട്ട് മനുഷ്യ ശരീരം കടിച്ചു കളിക്കുന്ന പട്ടികളെ കാണാം, ഡെഡ് ബോഡീസ് തന്നെ അഴുകി അവിടെ കിടക്കുന്നത് കാണാം, ഈ ഹോട്ടലുകളുടെയും മറ്റേയും മാലിന്യങ്ങൾ ഇങ്ങനെ ഒഴുകി ഗംഗയിലേക്ക് വിടുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ പോലും അതില്ലാതായി പോകുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഐറണി എന്താന്ന് വെച്ചാൽ, അവിടെ രാവിലെ വൈകുന്നേരം ആരതി ഉണ്ട്, ഗംഗ ആരതി. അതായത് വേറെ ഒരു രാജ്യത്തും ഒരു നദിയെ ദൈവമായിട്ടോ അമ്മയായിട്ടോ ആരാധിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ അമ്മയായി ആരാധിക്കുന്ന അതേ പുഴയിലേക്ക് തന്നെയാണ് ഇത്രയും ടൺ കണക്കിന് മാലിന്യങ്ങൾ എറിയുന്നത്. അത് ഫിൻലാൻഡോ നോർവേ ഒക്കെ പോലത്തെ ദൈവമില്ലാത്ത രാജ്യങ്ങളിലാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഒന്ന് തുപ്പാൻ പോലും ആ പുഴയിൽ സമ്മതിക്കില്ല. ആ ഒരു ഐറണി മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും നദിയെ ആരാധിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ഈ നദിയെ ഇങ്ങനെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നൊരു കാഴ്ച എനിക്ക് ഭയങ്കര ഐറണിക്കലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, അത് ഈ ഒരു പ്രദേശത്ത് കേട്ടോ. അപ്പോൾ എന്നിരുന്നാലും ഇതൊക്കെ ആണെങ്കിലും അവിടെ എത്തുന്ന സമയത്ത് ഒരു സംതിങ്, എന്താ പറയുക, ടെറിബിൾ ബ്യൂട്ടി എന്നൊക്കെ പറയും, ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു സൗന്ദര്യം. നമുക്ക് വലിയ സാധനങ്ങളോടും പിന്നെ എന്താ പറയുക, ഓവർ സൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അത്ഭുതം തോന്നും. അതുപോലത്തെ ഒരു അത്ഭുതമാണ് ഇങ്ങനെ വളരെ നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പണ്ട് ജയ് ഹനുമാൻ, ഓം നമ ശിവായ സീരിയലുകളിലൊക്കെ കണ്ട കഥാപാത്രങ്ങളായാലും ഇങ്ങനെ നടന്നു വരുന്നത്. അതായത് അധികം ആൾക്കാരും ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ശിവനായിട്ടും ഹനുമാനായിട്ടും 10 തല വെച്ച് രാവണനൊക്കെ ഇട്ടായാലും ഇങ്ങനെ നടന്നു പോകും. അവരൊക്കെ കാണുമ്പോൾ എങ്ങനെ നോക്കും, ഇതൊന്നും നമ്മൾ നോർമൽ ലൈഫിൽ കാണാത്ത സാധനങ്ങളാണല്ലോ. അപ്പോൾ ആ ഒരു ഇങ്ങനത്തെ കുറേ വെറൈറ്റി കാഴ്ചകൾ, മൃതദേഹങ്ങൾ, അതുപോലെ എന്താ വിലാപങ്ങളുടെ അകമ്പടി ഇല്ലാത്ത ശവഘോഷയാത്രകൾ എന്നൊക്കെ പറയാം. അവർ കൊണ്ടിടുന്നു, പോകുന്നു, ദേഹത്തിനൊന്നും ഒരു വിലയില്ല.